നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ തോന്നും ഇതെന്താ ഈ വെയിലത്ത് ഓടാൻ വന്നതെന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഡാമിൽ ഓടാൻ വേണ്ടി വന്നതാണ്. ഞാൻ എന്താ ഇത്ര നേരത്തെ വന്ന് ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പന്നിശല്യം ഉണ്ട്. ഇവിടെ നമുക്ക് വൈകുന്നേരത്തെ ഒരു 6:30 കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ശേഷമാണ് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പന്നി എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കണ്ട, കുറച്ച് നേരത്തെ വന്ന് ഓടാം. അപ്പൊ ഞാൻ ഇവിടെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമപ്പ് ഇവിടെ തന്നെ നിന്ന് ചെയ്ത്, എന്നിട്ട് ഓടുമ്പോ നമുക്ക് അപ്പുറത്ത് നല്ല തണലുണ്ട്. തണലെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓടാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വാമപ്പ് ചെയ്തിട്ട് നേരെ തണലത്തൂടിയാണ് ഓടിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഓടി. പിന്നെ തണലത്തൂടെ ഓടുമ്പോൾ നമുക്ക് കിലോമീറ്റർ ഇത്തിരി കുറയും. സാധാരണ ഇവിടെ ഒരു റൗണ്ട് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 കിലോമീറ്റർ വരും. അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു 3 ലൂപ്പ് പോയി. തണലത്തൂടെ മാത്രമാണ് പോയത്. അപ്പോൾ തണലത്തൂടെ മാത്രം പോയത് കൊണ്ട് എനിക്ക് 3 ലൂപ്പിൽ ഏകദേശം ഒരു 7 കിലോമീറ്റർ ആണ് വന്നത്. ഞാൻ 7 കിലോമീറ്റർ ഓടിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന വാട്ടർ ലെവലിന്റെ അതിൽ കൂടിയൊക്കെ ഓടാൻ പറ്റും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ല, ഒരു 2 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ നല്ല വേനലായിരിക്കും. നല്ല വേനലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ഫുള്ള് വെള്ളമൊക്കെ വറ്റും. അപ്പോൾ നമുക്ക് അതിൽ കൂടെയൊക്കെ ഓടാൻ പറ്റും. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ അപ്പുറത്തൂടെ പോകാൻ വേണ്ടി പറ്റും. ആ ഒരു ഏരിയ കൂടെ ഓടാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു അധികം നമുക്ക് സ്പീഡിലോ സ്പ്രിന്റോ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു എൻജോയ് പർപ്പസ്, റണ്ണിങ് എൻജോയ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ. കാരണം കുന്നും മലയും കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു രസമാണ് അതിൽ കൂടെ ഓടാൻ. അപ്പൊ ഇതുവരെ പേജ് ഫോളോ ചെയ്ത ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.